ബംഗളൂരുവിൽ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാളി നഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യന്റെ മരണത്തിൽ കുടുംബം നിയമ നടപടിയിലേക്ക്. അധ്യാപകൻ സന്ദീപിനെതിരെ അരുവിക്കര പോലീസിൽ പരാതി നൽകി. അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആദിത്യന്റെ മരണത്തിന് കാരണമെന്നാണ് ആരോപണം. പീഡനം സഹിക്കാൻ കഴിയാതെ നിരവധി പേർ പഠനം ഉപേക്ഷിച്ചെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ആദിത്യന്റെ മരണത്തിന് പിന്നാലെ BTL കോളേജിലെ അധ്യാപകനായ സന്ദീപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുടുംബം ഉയർത്തിയത്. ഇത് ചൂണ്ടിക്കാട്ടി ബാംഗ്ലൂർ ഹെബ്ബഗോഡി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ബാംഗ്ലൂരിൽ നൽകിയ പരാതിയിൽ നീതി ലഭിക്കില്ലെന്ന ആശങ്കയിലാണ് കുടുംബം. ഇതോടെയാണ് കേരളത്തിൽ കൂടി പരാതി നൽകിയത്. കുടുംബത്തിന്റെ പരാതി അരുവിക്കര SHO ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. കുടുംബ പ്രശ്നമായി കേസ് തിരിച്ചുവിടാൻ ശ്രമമുണ്ടെന്നും ആദിത്യനെ പലതവണ അധ്യാപകൻ നാണം കെടുത്തിയിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഞാൻ വേറെ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അത് അവർ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഫാമിലി ഇഷ്യൂവിന്റെ കാര്യം കൊണ്ട് ചെയ്തു എന്നുള്ളത് അവർക്ക് വരുത്തി തീർക്കുക, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇതിനിടെ കോളേജിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച മുൻ വിദ്യാർത്ഥിയും ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. സന്ദീപ് നടത്തുന്ന പീഡനം താങ്ങാൻ കഴിയാതെയാണ് താനടക്കം 15ഓളം വിദ്യാർത്ഥികൾ പഠനം നിർത്തിയതെന്ന് വിദ്യാർത്ഥി പറയുന്നു. എത്ര വിദ്യാർത്ഥികളോളം അവിടുന്ന് ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്? എന്റെ ബാച്ചിൽ തന്നെ ഒരു 15 പേരോളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബാച്ചിൽ നിന്ന്? ഒരു ബാച്ചിൽ തന്നെ. ഈ പുള്ളി എങ്ങനെയാണ് വിദ്യാർത്ഥികളെ എങ്ങനെ മാനസികവും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്ന ആളാണ്? ഉണ്ട്, നല്ലതായിട്ടുണ്ട്. കുടുംബത്തിന്റെ ആരോപണങ്ങളും വിദ്യാർത്ഥികളുടെ വെളിപ്പെടുത്തലുകളും പുറത്തു വന്ന സാഹചര്യത്തിൽ ആദിത്യന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.